ബാക്ക് ടു മൈ ചാനൽ താടിയും പൊട്ടും ടാക്സ്. ഗൈസ്, തൃശ്ശൂർ ഞാൻ അങ്ങ് എടുക്കുക എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം സുരേഷ് ഗോപിയെ നമുക്ക് ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. ഇപ്പൊ ഇലക്ഷന്റെ തകൃതിയായിട്ട് നടക്കുകയാണ് പ്രചരണത്തിന്. തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് കിട്ടോ ഇല്ലയോ എന്ന് നോക്കി തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ നടൻ മുകേഷിനെ പിന്താങ്ങിക്കൊണ്ട് ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി ഗണേഷ് കുമാർ ചെന്നപ്പോ അവിടുത്തെ പ്രസംഗത്തിൽ നമ്മുടെ സുരേഷ് ഗോപിനെ കളിയാക്കിക്കൊണ്ട് അടിപൊളി തീപ്പൊരി ഡയലോഗെല്ലാം നമ്മുടെ നടൻ ഗണേഷ് കുമാർ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സംഭവങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക്. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമ്മുടെ സുരേഷ് ഗോപി മാതാവിന് തൃശ്ശൂര് ലൂർദ് പള്ളിയിൽ കിരീടം കൊടുത്തതിനെ പറ്റിയും മുസ്ലിം പള്ളിയിൽ പോയി നോയമ്പറക്കാനായിട്ട് കഞ്ഞി കുടിച്ചതും വിരൽ വായിലിട്ട് നക്കിയതും ഇനി അവിടെ എങ്ങാനും കയറി നിസ്കരിക്കുന്നു എന്നൊക്കെ ചോദിച്ചതിനെ പറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അയാളെ വീട്ടിലൊന്ന് കയറി നോക്കിയാൽ പൂജാമുറിയിൽ ചിലപ്പോൾ നരേന്ദ്രമോദിയുടെ പടം കണ്ടേക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആളെ കബളിപ്പിക്കുകയാണ്. മുസ്ലിം പള്ളിയിൽ ചെല്ലുമ്പോൾ ഖുറാന്റെ ഭാഗങ്ങൾ ഉദ്ധരിച്ച് പ്രസംഗിക്കും. ഈ പാപത്തിനതൊന്നും അറിയത്തില്ല, കാരണം അഭിനയം അറിയത്തില്ല. സുരേഷ് ഗോപി ചെയ്യുന്ന കണക്ക് നിസ്കരിക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന എല്ലാ ചടങ്ങുകളും ചോദിച്ചു മനസ്സിലാക്കി. ഇന്നലെ എൻ്റെ പേടി അതല്ലായിരുന്നു, സുരേഷ് ഗോപി കയറി നിസ്കരിച്ച് കളയുമെന്ന് പേടിച്ചു. പള്ളിക്കകത്ത് കയറി നിസ്കരിച്ച് കളയുമെന്ന് ചേട്ടൻ. പിന്നെ അഭിനയം ഭയങ്കരമാണ്. കാരണം നോമ്പ് കഞ്ചി ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന കണക്ക് തള്ളവരിലിട്ട് നക്കിത്തിൻ കള്ളത്തരം. ഇതൊക്കെ കേരളത്തിൽ പണ്ട് കണ്ടതല്ലേ? യൂത്ത് കോൺഗ്രസ്സുകാരന്മാർ കോളേജ് ഇലക്ഷനിൽ കാണിച്ച അതേ നാടകങ്ങളല്ലേ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്? യൂത്ത് കോൺഗ്രസ്സുകാർ കോളേജ് ഇലക്ഷനിൽ നടക്കുന്ന വേലയുണ്ട്, കാലിത്തൊട്ട് വീഴുക, അമന്ന് വീഴുക. അതല്ലേ നടക്കുന്ന. ഒരാള് ജീവിതത്തിൽ നോമ്പ് കഞ്ഞി ആണെങ്കിൽ ഒരു പാത്രം ചോദിച്ചാൽ ഇഷ്ടം പോലെ കൊടുക്കത്തില്ലയോ? നമ്മളൊക്കെ ചോദിക്കുമ്പോൾ 5, 6 പാത്രമാണ് കുടിക്കുന്നത്. ഏതാ ഇത് പകലും കൂടെ നുണ്ട് കുടിച്ച് കിടന്നിട്ട് വൈകിട്ട് ഈ നോമ്പ് കഞ്ഞി കണ്ടപ്പം ജീവിതത്തിൽ കഞ്ഞി കാണാൻ തണക്ക് തള്ളവരലിൽ നക്കി നാക്കിൽ വെക്കുക. ഈ നാടകം ആളുകളെ കബളിപ്പിക്കാനുള്ള നാടകം. സ്വർണ്ണ കിരീടമായിട്ട് പോവുകയാണ്. ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്നാണ് പോകുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ മാതാവിന്റെ പള്ളി തിരുവനന്തപുരത്ത് വെട്ടുകാട്. അത് കഴിഞ്ഞാൽ കൊല്ലത്തുകാരനല്ലയോ എന്ന് വിചാരിച്ചു നോക്കിയാൽ വേളാങ്കണ്ണി പള്ളി കൊല്ലത്ത്. ഏറ്റവും ഈ പ്രദേശത്ത് എല്ലാവരും പോകുന്ന വേളാങ്കണ്ണി പള്ളി കൊല്ലത്ത്. ആലപ്പുഴയ്ക്ക് എന്നാൽ പിന്നെ മാതാവിന്റെ പള്ളി ഇവിടെ അതിരിങ്കൽ പള്ളി, അവിടെയും കയറിയില്ല. ഇടപ്പള്ളിയിൽ മാതാവിന്റെ പള്ളി, അരൂരിൽ മാതാവിന്റെ പള്ളി. ഇതെല്ലാം താണ്ടി തൃശ്ശൂരിലെ മാതാവിന്റെ തലയിൽ സ്വർണം പൂശിയ ചെമ്പ് കൊണ്ടുവച്ചപ്പോൾ മാതാവ് തന്നെ ഒന്ന് തല ഉരുക്കി എടുത്തോണ്ട് പോടാന്നാണ് പറഞ്ഞത്. ഗൈസ്, അപ്പോ നമ്മുടെ സുരേഷ് ഗോപിനെ ഗണേഷ് കുമാർ ശരിക്കിട്ട് വലിച്ച് കീറിയിട്ടുണ്ട്. കാരണം മാതാവിന് കിരീടം കൊടുത്തപ്പോൾ അതില് സ്വർണം പൂശി, ചെമ്പാണത്, കുറച്ച് സ്വർണ്ണേ പൂശിയിട്ടുള്ളൂ. അങ്ങനെയാണ് കിരീടം കൊടുത്തത്. എന്നാൽ നമ്മളെല്ലാവരും കണ്ടാണ് അത് വെച്ച വഴിക്ക് തന്നെ മാതാവ് തല കുമ്പിട്ട് അത് കളഞ്ഞു എന്ന ആണ് ഗണേഷ് കുമാർ പറഞ്ഞത്. അത് കിരീടം വീണായിരുന്നു. അപ്പൊ പിന്നെന്താ, അത് പിന്നെ ഈ നോയമ്പറക്കാനായിട്ട് മുസ്ലിംസിന്റെ അടുത്ത് പോയി അതിൻ്റെ ഉള്ളിൽ കയറി അവർ ചെയ്യുന്ന ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സംഭവങ്ങളില്ല, അതെല്ലാം കറക്റ്റായിട്ട് ചെയ്ത് കൈയും മുഖവും കൈയും എല്ലാം കഴുകി നോമ്പറക്കാൻ വേണ്ടി കഞ്ഞി കുടിച്ചപ്പോൾ സാധാരണ മുസ്ലിംസ് ഭക്ഷണമൊന്നും കഴിക്കാതെ വെള്ളം പോലും കുടിക്കാതെയാണ് വൈകിട്ട് നോയമ്പറക്കുക. പക്ഷെ നമ്മുടെ സുരേഷ് ഗോപി വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ട് പോയിട്ട് ഈ കഞ്ഞി കുടിച്ചിട്ട് ഇങ്ങനെ നക്കി വിരലൊക്കെ നക്കിലിട്ട് ചെയ്യണതിനെ പറ്റിയാണ് ഈ കളിയാക്കുന്നത്. ക്രിസ്ത്യൻസിന്റെ വോട്ട് കിട്ടാൻ വേണ്ടി തൃശ്ശൂരിലെ ക്രിസ്ത്യൻസ് ലൂർദ് പള്ളിയിലെ മാതാവിന് കിരീടം കൊടുത്തു. അങ്ങനെ മാതാവിന് കിരീടം കൊടുക്കാനാണെങ്കിൽ കൊല്ലത്തില്ലേ, തിരുവനന്തപുരത്തില്ലേ? ഇതൊക്കെയാണ് നമ്മുടെ ഗണേഷ് കുമാർ ചോദിക്കുന്ന ചോദ്യങ്ങൾ. ചോദിക്കുമ്പോൾ അത് കറക്റ്റാണ്. ഈ പറയുന്ന സുരേഷ് ഗോപി എന്താ പറയാ, തൃശ്ശൂര് ഒരുപാട് ആഗ്രഹിക്കുന്നതാണ് ഭരിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട്. വ്യക്തിപരമായി പറയുകയാണെങ്കിൽ സുരേഷ് ഗോപി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ കൊടുക്കുകയാണെങ്കിൽ, ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ, എനിക്ക് പേഴ്സണലി സുരേഷ് ഗോപി ഭരിക്കണമെന്ന് ആഗ്രഹമുണ്ട് തൃശ്ശൂര്. പുള്ളി അവിടെ ഒരുപാട് കാര്യങ്ങൾ നല്ലത് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ ഈ താല്പര്യമുണ്ട്. എന്നാലും പുള്ളി ഇപ്പൊ അവിടെ മാതാവിന് അങ്ങനെ ചെയ്ത കാര്യം അവിടെ പോയിട്ട് അപ്പൊ ക്രിസ്ത്യൻസിന്റെ കുറെ പേരുടെ വോട്ട് ആൾക്ക് കറക്റ്റ് ആയിരിക്കും. അതുപോലെ ഇപ്പോഴത്തെ ശക്ത മാർക്കറ്റിൽ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇപ്പൊ മുസ്ലിംസിന് അവരുടെ കൂടെ നിന്ന് അവിടെ കുറെ കാര്യങ്ങൾ, ഹിന്ദുക്കളെ കൂടെ ചെല്ലുമ്പോൾ അവിടെ കുറെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഗണേഷ് കുമാർ പറഞ്ഞ കാര്യം, ഹിന്ദുക്കളുടെ കൂടെ പോകുമ്പോൾ അവരിൽ ഒരാളാണ് താനെന്ന് പറയുന്നു.
അതായത് നായന്മാരുടെ ഇടയിൽ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ എവിടെ പോവുകയാണെങ്കിൽ അവരിൽ ഒരാളെ പറഞ്ഞു. ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ പോകുമ്പോൾ അവരെ കൂടെ ഓശാന ഞായറാഴ്ച മറ്റേ നമ്മുടെ എന്താ പറയുക ഓശാനയ്ക്കുള്ള ഇതിലേ ഓശാനയ്ക്ക് പള്ളിയിൽ പോയിട്ട് നമ്മുടെ കുരുത്തോല പിടിച്ച് ക്രിസ്ത്യൻസിൻ്റെ ആ ഒരു ഓശാനയിൽ പങ്കെടുക്കുകയും മുസ്ലിംസിൻ്റെ മറ്റേ നോയമ്പറക്കലിനെ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ക്രിസ്ത്യൻസിൻ്റെയും മുസ്ലിംസിൻ്റെയും ഹിന്ദുസിൻ്റെയും എല്ലാവരുടെയും ഒരു ഇഷ്ടം അല്ലെങ്കിൽ അവരുടെ വോട്ടും കിട്ടുക എന്നത് മാത്രം ഉദ്ദേശിച്ചാണ് പുള്ളി ഇത് ചെയ്യണേന്ന് ഗണേഷ് കുമാർ പറയുമ്പോൾ ഒരു ഈ ഒരു രാഷ്ട്രീയം എന്നതിൽ അപ്പുറം ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്, ഒരു നന്മയുള്ള ഒരു മനുഷ്യനുണ്ട്. അപ്പൊ ആ മനുഷ്യൻ ഇതൊക്കെ ചെയ്യുന്നത് അതിനുവേണ്ടി മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എൻ്റെ പേഴ്സണൽ ഒരു അഭിപ്രായം വെച്ചിട്ട് ഹിന്ദുവായ സുരേഷ് ഗോപി മറ്റു മതങ്ങളെ ബഹുമാനിക്കുന്ന ഒരാളാണ്. അത് നമുക്ക് നന്നായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. ക്രിസ്ത്യൻസിനാണെങ്കിലും മുസ്ലിംസിനാണെങ്കിലും മറ്റു മതങ്ങളെ ബഹുമാനിക്കുന്ന ആളാണ്. മറ്റു മതങ്ങളെ ബഹുമാനിക്കുന്ന ഒരാൾക്ക് അവരുടെ കൂട്ടത്തിൽ കയറിയിരുന്ന് അതുപോലത്തെ ആചാരങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. ഹിന്ദുവായ താൻ തൻ്റെ മതപ്രകാരമാണ് ജീവിതം കൊണ്ട് നടക്കുന്നതെങ്കിലും മറ്റു മതങ്ങളെ ബഹുമാനിക്കാൻ കഴിയുള്ളവർക്ക് തീർച്ചയായിട്ടും ആ മതങ്ങളിലെ അവരുടെ ചടങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യാനും ഒക്കെ താല്പര്യം ഉണ്ടാവും, ഇഷ്ടമുണ്ടോ. ഞാനൊരു ഇന്റർകാസ്റ്റ് മാരേജ് ആയതുകൊണ്ട് എനിക്ക് നിന്നാ, ഞാനൊരു ക്രിസ്ത്യനാണ്, ഞാൻ എൻ്റെ മതപ്രകാരമാണ് ഇന്നേ വരെ ജീവിച്ചിട്ടുള്ളൂ. പക്ഷെ ഞാൻ ഹിന്ദു മതവും ബഹുമാനിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ആചാരങ്ങൾ ചെയ്യുന്നത് ഒരു തെറ്റാണെന്നോ അല്ലെങ്കിൽ അതിലൊരു മോശം ഒന്നുമില്ല. അപ്പോൾ മറ്റു മതങ്ങളെ ബഹുമാനിക്കുന്നതുകൊണ്ടാണ് സുരേഷ് ഗോപി അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നുന്നു. എന്നാലും നമ്മുടെ ഗണേഷ് കുമാർ സുരേഷ് ഗോപിയെ വലിച്ചു കീറിയൊട്ടിച്ചപ്പോൾ സുരേഷ് ഗോപി അതിന് നല്ലൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം തൊട്ട് കൊല്ലത്തെ വളരെ പേര് കേട്ട അബ്ദുൽ ഖാദർ അൽ സംസ എന്ന് പറയുന്ന ഒരു മുസ്ലിം കുടുംബം, അതിൽ സുലൈമാൻ മാമൻ എന്ന് പറയുന്ന ഞങ്ങളുടെ കുടുംബാംഗത്തെ പോലെയുള്ള സുലൈമാൻ മാമൻ്റെ മക്കള് എന്നേക്കാൾ മൂത്തതാണെങ്കിലും അവരെൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. അതിലെ മൂത്ത മകൻ നജുമുദ്ദീൻ എൻ്റെ ഗോഡ് ഫാദറുമാണ്. എൻ്റെ സിനിമയിലേക്കുള്ള വരവിനെ അച്ഛൻ തടുത്ത് എന്നെ എൻ്റെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്ന രാത്രിയിൽ സിനിമയ്ക്ക് ഞാൻ പോകും എന്ന് പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ എന്നെ ഇട്ട് ചവിട്ടിക്കൂട്ടിയ രാത്രിയിൽ വന്ന് വീട്ടിൽ നിന്ന് വിളിച്ചിറങ്ങിക്കൊണ്ടുപോകുന്നത് ഈ നജമുദ്ദീനാണ്. 76 മുതൽ അവരുമായിട്ടുള്ള വളരെ അടുത്ത അസോസിയേഷനാണ്. കാരണം ഞാൻ കോളേജിലായി ഫസ്റ്റ് പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു അധിക സ്വാതന്ത്ര്യം കിട്ടി. SFIയുടെ ഒരു മെമ്പറുമായിരുന്നു. അപ്പോൾ ആ ഒരു ധൈര്യവും കാര്യങ്ങളും എൻ്റേതായ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഞാൻ തേടാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചെന്ന് പെട്ടെന്ന് എൻ്റെ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മക്കളുടെ വലയത്തിലാണ്. അപ്പോൾ ഏതാണ്ട് 77-78 കാലഘട്ടം മുതൽ നോമ്പ് നോക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് ബസ്മി ചൊല്ലി തന്നെ നോമ്പ് തുറക്കാനും അറിയാം. ഒരു സലാം പറഞ്ഞാൽ തിരിച്ച് അലൈക്കും സലാം അല്ലെങ്കിൽ സലാം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ആളല്ല ഞാൻ. അതിന് ഫുൾ ടെക്സ്റ്റ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. അപ്പോ പടച്ചവൻ തന്ന അരിമണി പാഴാക്കരുത് എന്ന് പറയുന്നത് ജീവിതത്തിൽ തത്വം ആക്കിയിരിക്കുന്ന വ്യക്തിയാണ്. അത് എൻ്റെ അച്ഛനെയും ഞാൻ കണ്ടുപഠിച്ചിട്ടുണ്ട്, എൻ്റെ മക്കൾ എന്നെയും കണ്ടുപഠിച്ചിരിക്കുന്നു. എല്ലാവരും കഴിക്കുന്ന പാത്രം വിരൽ വെച്ച് വടിച്ച് വിരലുകൾ മുഴുവൻ വൃത്തിയാക്കി, അങ്ങനെ ഒരു പാരമ്പര്യം തന്നെയാണ്. അതൊക്കെ വളരെ മ്ലേച്ഛകരമായ രീതിയിൽ പ്രതിരോധിക്കാനും ഉദ്ദേശിച്ചിട്ടില്ല, പ്രതികരിക്കാനും ഉദ്ദേശിച്ചിട്ടില്ല. രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇങ്ങനെയുമോ? അതെന്ത് രാഷ്ട്രീയമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം. മാതാവിന് കൊടുത്ത കിരീടം എൻ്റെ ത്രാണിക്കനുസരിച്ചാണ് ഞാൻ ചെയ്തത്. നമ്മൾ നേർച്ച നേരുന്ന അങ്ങനെയാണല്ലോ. താമര മുട്ട് വെച്ച് തുലാഭാരം നടത്തുന്നവരുണ്ട്. തങ്കം വെച്ച് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കൊടിമരം എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? ക്ഷേത്രത്തിലെ വലിപ്പം കൂടിയ ഉപകരണങ്ങളൊക്കെ സ്വർണത്തിൽ നിർമ്മിക്കുന്നത് എങ്ങനെയാണ്? അതുപോലെ തന്നെയാണ് കിരീടവും നിർമ്മിച്ചിട്ടുള്ളത്. ഇതിനൊരു സോഷ്യൽ ഓഡിറ്റിന് എവിടെയാണ് പോസിബിലിറ്റി ഉള്ളത്?
ഞാൻ ഗവൺമെന്റ് എക്സ്ചക്കറിൽ നിന്നുള്ള പണം എടുത്തല്ല അത് ചെയ്തിരിക്കുന്നത്. ഞാൻ എൻ്റെ MP ഫണ്ടിൽ നിന്ന് എടുത്തല്ല അത് ചെയ്തിരിക്കുന്നത്. ഞാൻ ജനങ്ങളെടുത്ത് നിന്ന് ഒരു നയാ പൈസ പിരിവ് നേടിയല്ല ഞാൻ അത് ചെയ്തിരിക്കുന്നത്. വളരെ വിചിത്രമാണ് ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് അവർ മിസ്കോട്ട് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ആ പള്ളിയിൽ പോയപ്പോൾ അവിടെ ഒരു കിരീടം കണ്ടു. അച്ഛൻ ഇതിനേക്കാൾ മെനയായിട്ട് ഞാൻ ഒരെണ്ണം ചെയ്തു തരട്ടെ, അതിങ്ങനെ ആയിരിക്കും ചെയ്യുന്നതെന്ന് അദ്ദേഹത്തോട് നല്ല വടിവത്ത ഭാഷയിൽ കൃത്യമായി, അതെന്റെ സ്വഭാവം തന്നെയാണ്, ഞാൻ അങ്ങനെ പറയും, 2-3 പ്രാവശ്യം പറഞ്ഞ് അദ്ദേഹം സമ്മതിച്ചതും അദ്ദേഹം അവിടെ വെച്ച് തന്നെ അവിടെ ഉണ്ടായിരുന്ന അംഗങ്ങളോട് അനുവാദം വാങ്ങി എനിക്ക് തന്നു. എങ്കിലും അളവെടുക്കാൻ ആശാരി ചെന്നപ്പോൾ അനുവദിച്ചില്ല. അപ്പോൾ അച്ഛനാണ് ഇടപെട്ട് അളവെടുപ്പിച്ച് കൃത്യമായി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിനേക്കാൾ മെനയായിട്ട് അത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതെൻ്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് എൻ്റെ നേർച്ചയായിരുന്നു. അതിനെ എങ്ങനെയൊക്കെയാണ് അവഹേളിച്ചത്? അപ്പൊ നമ്മുടെ സുരേഷ് ചേട്ടൻ മാസാണ്, ഒരു നല്ലൊരു മനുഷ്യസ്നേഹിയാണെന്നുള്ളതിൽ ആർക്കും തർക്കമില്ല. പുള്ളി ഒരു BJP ആയതിൻ്റെ പേരിലാണ് കുറച്ചെങ്കിലും ആളുകൾ പുള്ളിക്ക് ഈ തൃശ്ശൂർ വോട്ട് ചെയ്യാതിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പക്ഷേ പുള്ളി കോൺഗ്രസ് ആയിരുന്നെങ്കിലോ അല്ലെങ്കിൽ LDF ആയിരുന്നെങ്കിലോ ഒക്കെ സിമ്പിളായിട്ട് ആള് ഇതിനു മുന്നേ തൃശ്ശൂർ നേടിയാണ്. പാർട്ടി മറന്ന് നല്ല വ്യക്തിയെ, സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും നന്മകൾ ചെയ്യുന്ന വ്യക്തിയെ ബേസ് ചെയ്ത ആളുകൾ ഇനി രംഗത്തേക്ക് വരണം. പാർട്ടി ഏതുമാവട്ടെ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാരാണ്, അല്ലെങ്കിൽ ഈ പുള്ളിയുടെ കയ്യിൽ ഭരണം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നല്ല കാര്യങ്ങൾ ചെയ്യും എന്ന് തോന്നുന്നവർക്ക് നമ്മൾ വോട്ട് ചെയ്യണം. അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കാരണം പാർട്ടി ബേസ് ചെയ്ത് വോട്ട് ചെയ്തിട്ട് ഒരു കാര്യം നമ്മുടെ നാട്ടിലില്ല. അപ്പൊ ദയവ് ചെയ്ത് നല്ല നല്ല വ്യക്തികൾക്ക് അവർക്ക് അവസരങ്ങൾ കൊടുക്കുക. ഈ ഭരിച്ച് നശിപ്പിച്ചവർക്ക് തന്നെ അത് കൊടുക്കാതെ വ്യക്തികളെ നമ്മൾ നോക്കി അവർ നല്ലവരാണോ, അവർ സമൂഹത്തിൽ അവർ ഭരണത്തിൽ വന്ന് അവർക്കൊരു ചാൻസ് കൊടുക്കാനൊക്കെ നോക്കും. അപ്പം നമ്മുടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി നന്മയുള്ള ഒരു മനുഷ്യനാണ്. ഒരുപാട് കാര്യങ്ങൾ ആൾ ചെയ്യുന്ന ഒരാളാണ്. ഈ തൃശ്ശൂർ ആ സീറ്റ് കിട്ടാൻ ആൾക്ക് ഒരുപാട് ആഗ്രഹമുള്ളതാണ്. ആ ആഗ്രഹം ആൾ നമ്മളടുത്ത് നേരിട്ടും പറഞ്ഞിട്ടുണ്ട്. തൃശ്ശൂരുള്ള ആളുകൾ എന്താ പറയുക, ഒരു അവസരം അവിടെ ഭരിക്കാൻ കൊടുക്കുകയാണെങ്കിൽ ഒരു തൃശ്ശൂർക്കാരി എന്ന നിലയിൽ എനിക്കും കൂടി അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും അത്. അവിടെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്തു തീർക്കാൻ അദ്ദേഹത്തിന് പറ്റും. വാക്ക് പറഞ്ഞാൽ അത് ചെയ്യും. കാരണം ഒരു സുരേഷ് ഗോപി എന്ന് പറയുന്ന പൊളിറ്റീഷ്യൻ അല്ലാതെ തന്നെ ഈ പുള്ളി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കഞ്ഞി പഠിച്ച് മുസ്ലിം പള്ളിയിൽ കുടിച്ചതും ആൾക്ക് ഇന്നും ആൾ വീട്ടിൽ വൈകുന്നേരം കഞ്ഞിയും ചമ്മന്തിയും നിർബന്ധമാണ്. കഞ്ഞി ഇനിയാണ് കുടിക്കുക, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അങ്ങനെ ഒരാൾക്ക് ഭക്ഷണത്തിന് വില കൊടുക്കുന്ന ഒരാളാണ് ആ കാര്യം ചെയ്തത്. പിന്നെ എന്താ പറയുക, മാതാവിന് കിരീടം കൊടുത്ത കാര്യം പറഞ്ഞത് മാസമായിരുന്നു മറുപടി. കാരണം ഒരുപാട് പേര് കളിയാക്കി, ചെമ്പ് പൂശി സ്വർണം പൂശിയതാണ് കൊടുത്തത്, അത് ചെമ്പായിരുന്നു, അതിൽ ഇത്ര പവനെ സ്വർണം ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. പക്ഷെ ആള് ചോദിച്ചത് കറക്റ്റാണ്. ഈ അമ്പലങ്ങളിലും മറ്റു സ്ഥലങ്ങളിലെല്ലാം കൊടിമരം സ്വർണം പൂശുന്നത് മൊത്തം അത് സ്വർണം എടുത്തിട്ടാണോ? അല്ല, അത് സ്വർണം കുറച്ച് പൂശിയാണ്, ബാക്കി ചെമ്പന്നെയാണ്. അപ്പോൾ അവിടുത്തെ അച്ഛൻ്റെ അടുത്ത് താൻ ഇന്ന പോലെ ഇത്ര രീതിയിൽ ഇന്ന പോലെയാണ് ചെയ്യണേന്ന് പറഞ്ഞ് പെർമിഷൻ കിട്ടിയിട്ടാണ് പുള്ളി ചെയ്തത്. പിന്നെ മറ്റുള്ളവർക്ക് എന്താണ് പ്രശ്നം? ഈ മീഡിയക്കാരും ചാനൽക്കാരും ഇതുപോലെയുള്ള രാഷ്ട്രീയ വൈരാഗ്യങ്ങൾ തീർക്കാൻ വേണ്ടിയും ഒക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ പടച്ചു വിടുന്നു. പക്ഷെ അതിൻ്റെ റിയൽ കാര്യം ഇപ്പോൾ പുള്ളി പറഞ്ഞത് തന്നെയാണ്. പിന്നെ എന്താ പറയുക, അല്ല മകളുടെ മാരേജുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു കിരീടം കൊടുക്കാനുള്ളത്. അതൊരു നേർച്ചയാണ്. അവിടെ കിരീടം കൊടുക്കലും മറ്റേ എന്താ പറയുക ലോക്കറ്റ് കൊടുക്കലാണെങ്കിലും വള ഇടിക്കലാണെങ്കിലും അങ്ങനെ അവിടെയൊക്കെ ഓരോരുത്തരും അവിടെ ഒരുപാട് ഹിന്ദുക്കളായിരിക്കും ഏറ്റവും അധികം അവിടെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് നേരിട്ട് അറിയാം ഒരു തൃശ്ശൂർക്കാരി ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പ്രാർത്ഥിച്ച് നടക്കുന്ന കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഇന്നത് ചെയ്യാമെന്ന് നേരുന്നത് ആ പുള്ളി അത് ചെയ്തു. മകളുടെ കല്യാണത്തിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന നേർച്ച പുള്ളി ചെയ്തു. അപ്പം അത് ഇങ്ങനെ വളച്ചൊടിച്ച് ഇത്തരത്തിലായി അദ്ദേഹത്തെ കളിയാക്കുന്ന തരത്തിലൊക്കെ സോഷ്യൽ മീഡിയ കുറേ നാൾ കൊണ്ട് നടന്നു. അപ്പം എന്തായാലും പറഞ്ഞവർക്കും അവർക്ക് കുറച്ച് നാളൊരു കയ്യടി. അതിന് തിരിച്ച് മറുപടി കൊടുത്ത സുരേഷ് ഏട്ടൻ മറുപടി കൊടുത്തപ്പോൾ അതിനും കുറച്ചൊരു സമാധാനം പറഞ്ഞവർക്കും കേട്ടവർക്കും കൊടുത്തവർക്കും ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പം എന്തായാലും
ഞാനും നമ്മുടെ തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് പോകുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇനി നമുക്കറിയില്ല. അപ്പൊ അടുത്ത നല്ലൊരു ടോക്കായിട്ട് നമുക്ക് കാണാം. ബൈ.